ഇവിടെ ആൾറെഡി സർവീസ് വർക്കാണ്. ഇത് ആൾറെഡി നോക്കുമ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻസ് നമുക്ക് കുഴപ്പമില്ല, കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് ഓയിൽ മെറ്റ് കുറച്ചായിട്ടുള്ളൂ, അതിന് ഓയിലിൻ്റെ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കിതിൽ മാറ്റേണ്ട ഐറ്റം വേണ്ട 2 ഫാൻ ബെൽറ്റ് വേണ്ട. ഫാൻ ബെൽറ്റ് AC ബെൽറ്റ് നമുക്ക് വീക്ക് ആയിട്ടുണ്ട്, ആ രണ്ടുമാണ് മാറ്റുന്നത്. ഇതാണ് നമുക്ക് ഡൈനാം ബെൽറ്റ്. ഇതിൽ പിന്നെ ഡൈനാം ബെൽറ്റ് നമുക്ക് മാറ്റിയെടുക്കേണ്ടി വരും, അതേപോലെ AC ബെൽറ്റ് നമുക്ക് മാറ്റേണ്ടി വരും. ബാക്കി കണ്ടീഷൻ നോക്കുമ്പോൾ കുഴപ്പമില്ല, കാരണം എയർ ഫിൽറ്റർ കാര്യങ്ങൾ ക്ലീനിങ്, കോളൻ്റ് ഓയിൽ കറക്റ്റ് ആയിട്ടുണ്ട്, ഗിയർ ബോക്സ് ഓയിൽ കറക്റ്റ് ആയിട്ടുണ്ട്. ബാക്കി സർവീസ് വർക്കൊക്കെ ഇതേ മാറിയിട്ടുണ്ട്. എഞ്ചിൻ നന്നായിട്ടുണ്ട്, ബ്രേക്ക് ഫുഡൊക്കെ നമുക്ക് ബ്രേക്കിൻ്റെ ഫുഡൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ നമുക്ക് വൈപ്പർ ബ്ലേഡ് കണ്ടാൽ മാറ്റം പറയും. വൈപ്പർ ബ്ലേഡ് നമുക്കിത് മാക്സിമം വീക്ക് ആയി മാറിയിട്ട് ഗ്ലാസ് സ്ക്രാച്ച് ആവും, അതുകൊണ്ട് വൈപ്പർ ബ്ലേഡ് നമ്മൾ 2 ബ്ലേഡ് മാറ്റിയിടും. അടുത്ത നമുക്ക് സസ്പെൻഷൻസ് വർക്കാണ്. സസ്പെൻഷൻ വർക്കാണ് നമുക്കിതിൽ കോംപ്ലിക്കേറ്റ്സ് എന്താ പറയുക, നമുക്കിതിൽ ലോവറാമൊക്കെ പറയുന്നത് കുഴപ്പമില്ല. നമ്മുടെ ഈ ബൂട്ടുകൾ കട്ടായിട്ടുണ്ട്, ഈ ബൂട്ട്. അപ്പോൾ ഈ ബൂട്ട് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ലോവറാം മാറ്റേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ബൂട്ട് മാത്രം മാറ്റിയാൽ മതി. ഇതിലൂടെ നമുക്ക് ലോവറാം ഇത് തന്നെ ഗ്രീസ് ഇട്ട് സെറ്റ് ചെയ്തിടാം. ബാക്കി ഷോക്കിൻ്റെ ബുഷൊന്നും വലിയ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഇതിലിപ്പോൾ സ്റ്റെയറിംഗ് റാക്കിൻ്റെ സ്റ്റെയറിംഗിൻ്റെ റാക്ക് ബുഷ് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ഈ സൈഡ് ഈ എൻഡ് പോയിട്ടുണ്ട് കേട്ടോ, ഈ എൻഡ് ടയറോടെ നമുക്ക് മാറ്റിയെടുക്കേണ്ടി വരും. പിന്നെ അതേമാതിരി വീൽ ബാരിങ് നമുക്ക് നോയ്സിങ് ഉണ്ട്. 4 വീൽ ബാരിങ് നോയ്സിംഗ് ആണ്. ഏറ്റവും കൂടുതൽ വന്നിട്ട് ബാക്കാണ്. ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ നോയ്സിങ് ഒരു മാക്സിമം 50% വന്ന് നമുക്ക് ഫ്രണ്ട് വീൽ ബാരിങ് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബാക്കാണ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്രേക്ക് ഷൂസൊക്കെ നന്നായിട്ടുണ്ട്. കാലിബർ പിന്നുകൾ മാത്രം ഒന്ന് ക്ലീൻ ചെയ്താൽ മതി, ഇതൊക്കെ സ്റ്റക്കായിട്ടുണ്ട്, ക്ലീനിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട് എഞ്ചിൻ്റെ വർക്ക് ഇതാണ്. ഇതേ സൈഡ് റൈറ്റ് LH ആണ്. LH സെയിം തന്നെയാണ്, സെയിം ഇതേമാതിരി നമുക്ക് വീൽ ബാരിങ് നമുക്ക് ഇതേമാതിരി ചെറിയ നോയ്സിങ് വന്നിട്ടുണ്ട്. ഇതിന് ലോവർ ബോൾജിൻ്റെ വലിയ കുഴപ്പമില്ല. ഇതിൽ സ്റ്റെയറിംഗ് റാക്ക് എൻഡ് പോയിട്ടോ, ഇതാണ് റാക്ക് എൻഡ് സ്റ്റെയറിംഗ് ബോൾജ് എൻഡ്. ഇത് കംപ്ലീറ്റ് ഫ്രീ ആയി മാറിക്കഴിഞ്ഞു. ഇതൊരു കുഞ്ഞു ഷെയ്ക്കും നമുക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ടയറോടെൻറ്റും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും, വീക്കുണ്ട്. ബാക്കി ഇതിൽ അത്യാവശ്യം കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ബാക്ക് ക്ലീനിങ് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരെ ബാക്ക് നമുക്ക് വീൽ ബാരിങ് ഇതിലാണ് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത്. ബാരിങ് ഇതാണ് വീൽ ബാരിങ് നമുക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ബാരിങ് നമുക്കൊരു സെറ്റ് മാറ്റിയെടുക്കേണ്ടി വരും. അതേമാതിരി ഇതിൻ്റെ വീൽ സിലിണ്ടർ ഇത് സ്റ്റക്കായി പോകട്ടെ, അതിൽ വർക്കിംഗ് ഇല്ല, ഇത് നമുക്ക് സ്റ്റക്കായിട്ടുണ്ട്. അപ്പോൾ വീൽ സെൻറ്റർ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും, കാരണം ഇതൊന്നും വർക്കിംഗ് ഇല്ല. വീൽ സെൻറ്റർ പിസ്റ്റൺ ഓപ്പൺ ആവണം, ഇത് ഓപ്പൺ ആവുന്നില്ല, അതങ്ങനെ ഫുള്ളായി സ്റ്റക്കായിരിക്കുകയാണ്. പിന്നെ റെയറാം ബുഷുകളൊന്നും അത്യാവശ്യം കണ്ടീഷൻസ് ഉണ്ട്. റെയറാം ബുഷ്, ലോറാം ബുഷ്, ഷോക്ക് ബുഷ്, അതേമാതിരി ബെഡുകൾ, മാക്സിമം ബ്രേക്ക് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്, ബ്രേക്ക് ഷൂസൊക്കെ കുഴപ്പമില്ല, നമുക്കൊരു സർവീസ് മാത്രം ചെയ്താൽ മതി. ഇതൊക്കെ നമുക്ക് അതൊക്കെ ഒരു ക്ലീൻ ചെയ്ത് സർവീസ് ചെയ്ത് ഗ്രീസ് ലൂബ്രിക്കേഷൻ ചെയ്താൽ മാത്രം മതി നമ്മുടെ ബ്രേക്ക് ഷൂസ് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് വർക്ക്. സെയിം കണ്ടീഷൻ തന്നെ നമുക്ക് ലെഫ്റ്റും സെയിം തന്നെയാണ്. അതേമാതിരി വീൽ സെൻറ്റർ ഇതിൽ സ്റ്റക്കാണ്, വർക്കിംഗ് ഒന്നും ഇല്ല, കാരണം അത്രയും നമുക്ക് സ്റ്റക്കായി കിടക്കുന്നതാണ്. അത്യാവശ്യം ബുഷുകളൊക്കെ നോക്കുമ്പോൾ ബുഷുകളൊക്കെ കണ്ടീഷൻസ് ഉണ്ട്. ഇതിൻ്റെ ബാരിങ് നമുക്ക് വീക്ക് ചെയ്യാൻ മാറി, നല്ല സൗണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലയിൻറ്റ്സ്. ഇത് കഴിഞ്ഞ് നമ്മുടെ സർവീസ് വർക്ക് ക്ലിയർ ആയി.